ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത സംഭവം കേരളം തീവ്രവാദികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു. മട്ടന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മട്ടന്നൂരിലാണ് സിപിഎമ്മിന് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ളത്. ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് 3 വർഷം കേരള പോലീസിന്റെ മൂക്കിന് താഴെ ഈ ഭീകരവാദി ഒളിച്ചു താമസിച്ചത്. എത്രമാത്രം സുരക്ഷിതമായി കേരളത്തിൽ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. ഭീകരവാദികൾ നടത്തിയ നീക്കം സഹായത്തോടുകൂടിയാണ് അന്ന് നടന്നത്. തടിയന്റെ അവിടെ നസീറിനായാലും മറ്റ് ഭീകരന്മാരുടെ കേസുകളെല്ലാം നോക്കിയാൽ അവർ ഒളിച്ചു താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലം സിപിഎമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. പത്രക്കാർക്ക് പോകാൻ കഴിയില്ല, അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിയില്ല, പോലീസിന് ശരിയായ നിലയിൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അവിടെയെല്ലാം കാണുന്നത് മതഭീകരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ്. ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവമാണ്. 13 വർഷം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു ഭീകരവാദ ആക്രമണത്തിലെ ഒന്നാം പ്രതി ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ചു താമസിച്ചു എന്നുള്ളതാണ്. അതിർത്തി ഗ്രാമങ്ങൾ മാറിക്കഴിഞ്ഞു. കേരള പോലീസിന്, സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റവും വലിയൊരു നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ഫലപ്രദമായ ഇടപെടൽ നടത്തിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഈ ഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നുള്ളതാണ്. ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ളത് ഭീകരന് പ്രാദേശികമായ സഹായം ലഭിച്ചിരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ച് എന്താണ് സർക്കാരിന്റെ വക്താക്കൾക്ക് പറയാനുള്ളത്? ഈ മതഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം മട്ടന്നൂരിൽ ലഭിച്ചു എന്നുള്ള വിവരത്തെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ തന്നെ ആവർത്തിക്കുന്നത്? ഇവിടെ IS റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത IS റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. അതിന് ഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം കാലാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുകയാണ്. CPM അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം ഇവിടെ നടത്തുക. മതഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രചരണം, അവർക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മനഃപൂർവ്വം ഇവിടെ സൃഷ്ടിക്കുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി. അതാണിത് കാണിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സംഭവം. കേരളം കാശ്മീരിൽ പണ്ട് ഇത്തരം ഭീകരവാദികളൊക്കെ ഒളിച്ചു താമസിച്ചിരുന്നു. ഇപ്പൊ കാശ്മീർ സുരക്ഷിതമല്ല എന്നവർക്ക് മനസ്സിലായി. ഇപ്പൊ ഏറ്റവും വലിയ സുരക്ഷിത താവളം കേരളമാക്കി പിണറായി വിജയനും CPM-ഉം കോൺഗ്രസും കേരളത്തെ മാറ്റിയിരിക്കുക. അല്ല, CPM മറുപടി പറയണം. എല്ലാത്തിനും വർത്തമാനം പറയുന്ന ഗോവിന്ദന്റെ നാട്ടിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു അദ്ദേഹം മറുപടി പറയണം. ജയരാജന്റെ ഇടതുമുന്നണി കൺവീനറുടെ നാട്ടിൽ, MP ഗോവിന്ദന്റെ നാട്ടിൽ, പിണറായി വിജയന്റെ നാട്ടിൽ എങ്ങനെയാണ് ഇത്തരം മതഭീകരന്മാർക്ക് 13 കൊല്ലം സുരക്ഷിതമായി ഒളിച്ചു താമസിക്കാൻ കഴിയുന്നത്? പ്രാദേശിക സഹായം ആരാണ് നൽകിയിട്ടുള്ളത്? ജനങ്ങൾക്ക് അറിയണമല്ലോ. അതിന് അവർ മറുപടി പറയണം. മറ്റൊരു കാര്യം, ആദരണീയനായ പ്രധാനമന്ത്രിയുടെ പുതുവർഷത്തിലെ 2ാം സന്ദർശനം
ഉറപ്പായിരിക്കുകയാണ്. അദ്ദേഹം 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കൊച്ചിയിൽ വിമാനമിറങ്ങും. 16-ാം തീയതിയും 17-ാം തീയതിയും പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാവും എന്ന് കാര്യം ഉറപ്പായിട്ടുണ്ട്. 16-ാം തീയതി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും വിമാനത്താവളത്തിൽ. അതിനുശേഷം 16-ാം തീയതി കൊച്ചിയിൽ തങ്ങുന്ന പ്രധാനമന്ത്രി 17-ാം തീയതി കാലത്ത് നേരെ ഗുരുവായൂരിലേക്ക് പോകും. ഗുരുവായൂരിൽ ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മറ്റൊരു വിവാഹത്തിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിൽ വരികയും സർക്കാരിന്റെ ചില പരിപാടികളിൽ, ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന്റെ ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ, കേരളത്തിലെ 6000-ഓളം വരുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുമാർ, അതായത് 3-4 ബൂത്തുകൾ ചേരുന്ന ഒരു ക്ലസ്റ്ററിനെയാണ് ഞങ്ങൾ ശക്തി കേന്ദ്രം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ചുമതലക്കാർ, അങ്ങനെ 3-4 ബൂത്തുകളുടെ ചുമതലയുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് ഉപരി ഭാരവാഹികൾക്കാണ് അത്തരം ചുമതലയുള്ളത്. അങ്ങനെയുള്ള 6500-ഓളം പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള താൽപര്യം, കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മോദിയുടെ ഉറപ്പ്, കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കിടയിൽ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കേരളം ഒന്നടങ്കം ഇത്തവണ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിനപ്പുറത്ത് പ്രതി അറസ്റ്റിലായ സംഭവത്തിൽ സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. കേരളം ഭീകരർക്ക് ഒളിച്ചു താമസിക്കാനുള്ളൊരു താവളമായി മാറുന്നു. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണ്, അവർക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ കാര്യത്തിൽ അവിടെ നിന്ന് സഹായം ലഭിച്ചു എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയണം എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.